ശുഭദിന ചിന്തകൾ നസീർ ഖാൻ സാഹിബ് കി. നമസ്കാരം സ്നേഹിതരെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ പലപ്പോഴും മറക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്, സമയത്തിന്റെ മൂല്യത്തെക്കുറിച്ച്. നമുക്ക് കാണാൻ കഴിയാത്തതെങ്കിലും നമ്മളെ നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ ശക്തിയാണ് സമയം. അതിന്റെ മൂല്യവും ശക്തിയും മനസ്സിലാക്കിയാൽ ജീവിതം തന്നെ മാറിമറിയും. പണം നഷ്ടമായാൽ തിരിച്ചു നേടാം. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ചികിത്സയിലൂടെ വീണ്ടെടുക്കാം. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നഷ്ടപ്പെടുന്നത് തിരിച്ചുപിടിക്കാൻ കഴിയില്ല. സമയം എന്ന് പറയുന്നത് ഒരു ഗണിതമല്ല, അത് നമ്മുടെ ജീവിതം തന്നെയാണ്. ഉദാഹരണമായി ഒരു ചെറുകഥ പറഞ്ഞുതരാം. മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു സുന്ദര ഗ്രാമം. അവിടെ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടും നല്ലൊരു ജോലി ലഭിക്കാതെ വിഷമത്തിൽ മാടുകൾ മേച്ചു നടന്നിരുന്ന ഒരു യുവാവ്. അവന്റെ പേരാണ് രമേശ്. നല്ലൊരു ജോലി അവസരത്തിനായി ഒരുപാട് ശ്രമിച്ചു. വർഷങ്ങളുടെ കാത്തിരിപ്പുകൾക്ക് ശേഷം ഇന്ത്യയിലെ ഒരു മുൻനിര കമ്പനിയിൽ അവന് ഇന്റർവ്യൂ അവസരം ലഭിച്ചു. ഇന്റർവ്യൂവിനെത്താൻ കമ്പനി നിർദ്ദേശിച്ചിരുന്ന സമയം കണക്കാക്കി അവൻ ട്രെയിൻ ബുക്ക് ചെയ്തിരുന്നു. ഇന്റർവ്യൂ ദിവസം രാവിലെ അവൻ എഴുന്നേൽക്കാൻ വൈകി. അങ്ങനെ റെയിൽവേ സ്റ്റേഷനെത്താൻ അവൻ 10 മിനിറ്റ് വൈകി. അവന് ട്രെയിൻ മിസ്സായി. അങ്ങനെ അവന്റെ അവസരം പോയി. അവൻ സ്വപ്നം കണ്ട ജീവിതം ഒരു 10 മിനിറ്റിന്റെ അനാസ്ഥ കൊണ്ട് നഷ്ടമായി. സമയം ഒരിക്കലും ഒരാളെ കാത്തുനിൽക്കില്ല. ഒരു നിമിഷം വൈകിയാൽ പല നല്ല അവസരങ്ങളും നമുക്ക് നഷ്ടപ്പെടാം. നാം സമയത്തെ നിരസിക്കുമ്പോൾ സമയം നമ്മെ നിരസിക്കും. നമ്മുടെ ജീവിതത്തിലെ സമയം വിജയകരമായി ഉപയോഗിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ അനിവാര്യമാണ്. 1. ഓരോ ദിവസവും പ്ലാൻ ചെയ്യുക. ഓരോ ദിവസവും എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യാനുള്ളതെന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് പ്ലാൻ തയ്യാറാക്കുക. 2. ടൈം വേസ്റ്റിംഗ് ഹാബിറ്റുകൾ ഒഴിവാക്കുക. മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ തുടങ്ങിയവയ്ക്ക് നിയന്ത്രണം വേണം. 3. നിശ്ചിത ലക്ഷ്യങ്ങളോടെ ജീവിക്കുക. ഓരോ ദിവസവും ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് തന്നെ ചെയ്തു തീർക്കുക. 4. പിന്നീട് ചെയ്യും എന്ന മനോഭാവം ഒഴിവാക്കുക. കാരണം പിന്നീട് എന്നത് പലപ്പോഴും ഒരിക്കലുമില്ല എന്നാകാറുണ്ട്. പിന്നീട് ചെയ്യാം എന്ന ചിന്ത കാലം കളയുന്ന അപകടകരമായ മനോഭാവമാണ്. ഒരു മനുഷ്യന്റെ പഠനം, ജോലി, വ്യക്തിത്വ വികാസം എല്ലാറ്റിന്റെയും അടിസ്ഥാനം സമയത്തെ എത്രത്തോളം വിനിയോഗിക്കുന്നു എന്നതാണ്. സമയം അനന്തമല്ല. ഓരോ ദിവസവും നമ്മൾ ഉള്ള സമയത്തെ അടയാളപ്പെടുത്തുകയും പകരം വയ്ക്കാനാവാത്തവണ്ണം ജീവിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. സമയത്തെ ബഹുമാനിച്ചാൽ അത് നിങ്ങളെ അതിന്റെ സമ്മാനങ്ങളാൽ ആദരിക്കും. സമയം പണം പോലെയാണ്. അതിന് ഓരോ നിമിഷത്തിനും മൂല്യമുണ്ട്. അതിനാൽ വൈകിപ്പോയതിൽ വിലപിക്കാതെ ഇപ്പോൾ തന്നെ തുടങ്ങും. പുതിയ ലക്ഷ്യങ്ങൾ, പുതിയ പരിശ്രമങ്ങൾ എല്ലാം ഇപ്പോഴത്തെ സമയത്തിൽ ആരംഭിക്കൂ. കാരണം ഇനി വന്ന സമയം ഇന്നത്തെ സമയത്തെപ്പോലെ ഒരിക്കലും തിരിച്ചുവരികയില്ല. നന്ദി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. സമയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ എഴുതൂ.